നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ന് നവംബർ 1 സംസ്ഥാന രൂപീകരണത്തിന്റെ 69ാം വാർഷികം. പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞും വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചും മലയാളികൾ ഇന്ന് കേരളപ്പിറവി ആഘോഷിക്കുന്നു. മതിലകം ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും സംഘടിപ്പിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും ഇന്ന് കുറഞ്ഞു. വാർത്തകൾ വിശദമായി. ഇന്ന് നവംബർ 1 സംസ്ഥാന രൂപീകരണത്തിന്റെ 69ാം വാർഷികം. പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞും വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചും മലയാളികൾ ഇന്ന് കേരളപ്പിറവി ആഘോഷിക്കുന്നു. 1956 നവംബർ 1 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. 14 ജില്ലകളും 20 ലോക്സഭാ മണ്ഡലങ്ങളും 140 നിയമസഭാ മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ കൊച്ചു കേരളം. സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹികക്ഷേമം തുടങ്ങിയ മേഖലകളിൽ കേരളം എന്നും മുന്നിട്ട് നിൽക്കുന്നു. കേരളത്തിന് ജന്മദിനാശംസകളുമായി അഷ്ടമിച്ചിറ GSLP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കേരളപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ മാതൃനാടിന് ജന്മദിനാശംസകളുമായി എത്തിയത്. തങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കിയ നാടൻ വിഭവങ്ങളാണ് കേരളത്തിന്റെ ജന്മദിന വേളയിൽ വിദ്യാർത്ഥികൾ പങ്കുവച്ചത്. നർത്തകിയും കഥകളി കലാകാരിയും അധ്യാപികയുമായ നിഷ സുഭാഷ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകളിയെക്കുറിച്ചുള്ള ക്ലാസും നവരസ അഭിനയവും വിദ്യാർത്ഥികൾക്കായി കാഴ്ചവെച്ചു. ഹെഡ്മാസ്റ്റർ TS സുരേഷ് കുമാർ, സ്കൂൾ PTA പ്രസിഡന്റ് സുറുമി നിസാർ, അനുഷ ഔസേബ്, നിമ്മി അശോകൻ എന്നിവർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിന്റെ ഐതിഹ്യത്തിൽ നിറഞ്ഞ പരശുരാമന്റെ വേഷധാരികൾ കേരളപ്പിറവി ദിന സന്ദേശങ്ങൾ നൽകി. വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയ രുചിമേളം എന്ന പലഹാരമേള ദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കേരളത്തിന്റെ സമ്പന്നമായ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഗാനങ്ങൾ, നൃത്തങ്ങൾ, കവിതകൾ തുടങ്ങിയ നിരവധി പരിപാടികളാണ് വിദ്യാർത്ഥികൾ ആഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചത്. കേരളപ്പിറവി ദിനാഘോഷം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറക്കാനാകാത്ത അനുഭവമായി. ചേർപ്പ് CNN ബോയ്സ് സ്കൂളിൽ 69ാമത് കേരളപ്പിറവി ദിനം വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ ആചരിച്ചു. ഹെഡ്മാസ്റ്റർ KK ഗിരീഷ് കുമാർ, അധ്യാപിക സജിത P എന്നിവർ കേരളപ്പിറവി ദിന സന്ദേശം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രസംഗം, സംഘഗാനം, അഭിനയഗാനം, കേരളത്തിന്റെ ജില്ലകൾ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന കഥ എന്നിവ അരങ്ങേറി. ചടങ്ങിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കേരളീയം പതിപ്പിന്റെ പ്രകാശനം വിദ്യാർത്ഥിയായ റോഷൻ KR പ്രധാന അധ്യാപകൻ KK ഗിരീഷ് കുമാറിന് നൽകി നിർവഹിച്ചു. തുടർന്ന് കേരളപ്പിറവി ക്യൂസ് മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കേരളീയ വസ്ത്രം ധരിച്ച അധ്യാപകരും വിദ്യാർത്ഥികളും എത്തിയത് വേറിട്ട കാഴ്ചയായി. വെള്ളിക്കുളങ്ങര KSEB സെക്ഷന്റെ നേതൃത്വത്തിൽ കേരളപ്പിറവി ദിനവും മലയാള ഭാഷാ മഹത്വവും ആചരിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീത തോമസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സീനിയർ സൂപ്രണ്ട് MN സുധി, ഓവർസീർ സുധീർ AM, ലൈൻമാൻ ജഗ്ജീവൻ എന്നിവർ സംസാരിച്ചു. ഒരുപാട് നാളികേരത്തിന്റെ അങ്ങനെ ഒരുപാട് നമ്മുടെ കേരളത്തെ ഇപ്പൊ പ്രവാസികൾ ഇവരൊക്കെ അവിടെ ലോകത്തെവിടെയും മലയാളമുണ്ട്. അവിടെയൊക്കെ അവർ മലയാളം സംസാരിക്കുന്നുണ്ട്. മലയാളി അസോസിയേഷനുകളുണ്ട്. അവിടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഷയെ പരിപോഷിപ്പിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മലയാള ദിനത്തിൽ നമ്മുടെ കേരളപ്പിറവി ദിന ആശംസകളും അതോടൊപ്പം തന്നെ നമ്മൾ പരിപോഷിക്കുക, ഈ മലയാള ഭാഷ പരിപോഷിക്കാൻ വേണ്ടി നമ്മളാലും സ്വയവും അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളിലൂടെയും നമുക്ക് ഈ ഭാഷ, നല്ല ഭാഷ സംസാരിച്ചുകൊണ്ട് നല്ല കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്. മതിലകം ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. 5 വർഷക്കാലത്തെ അവരുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായും ഇവിടെ ബിജു സൂചിപ്പിച്ചതുപോലെ 5 വർഷം അവരിൽ അർപ്പിതമായ ഉത്തരവാദിത്വം ഫലപ്രദമായി നിർവഹിച്ചതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഇവിടെ നടന്നത്. റോഡുകൾ സംഘടിപ്പിക്കാൻ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ, അടുപ്പങ്ങൾ ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഫണ്ടെത്തിക്കാൻ, MLAയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ പൊതുപദ്ധതികളുടെ പ്രയോജനം വാർഡിലുണ്ടാക്കുവാൻ, ഇങ്ങനെ തുടങ്ങിയ നിരവധി ഇടപെടലുകൾ ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണമെന്നതിൻ്റെ സൂചനയാണ് ഇവിടെ ശ്രീ ബിജു നടത്തിയത്.
ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വാർഡ് മെമ്പർ EK ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ, സുമതി സുന്ദരൻ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും ഇന്ന് കുറഞ്ഞു. ഇതോടെ ഗ്രാമിന് 11,275 രൂപയും പവന് 90,200 രൂപയുമായി. കഴിഞ്ഞ ദിവസം 2 തവണകളിലായി 1,320 രൂപ കുറഞ്ഞിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് നവംബർ 1 സംസ്ഥാന രൂപീകരണത്തിന്റെ 69ാം വാർഷികം. പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞും വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചും മലയാളികൾ ഇന്ന് കേരളപ്പിറവി ആഘോഷിക്കുന്നു. മതിലകം ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും സംഘടിപ്പിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും ഇന്ന് കുറഞ്ഞു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.